ദൈവം നമ്മളെ അത്ഭുതമാക്കി തന്നെ ദൈവം നടത്തുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ദൈവം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സകല കാര്യങ്ങളെയും അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമാണല്ലോ. സകല വിഷയത്തിന്റെ മേൽ നമ്മളെ സാക്ഷ്യമാക്കുന്ന കർത്താവാണല്ലോ. ദൈവം ഇനിയും നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തികൾക്കോ രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിന്തുടരും. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ. നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വാഴ്ത്താം. കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവാണ്. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്ക് ദുർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദോഷങ്ങളാൽ ദൈവം നമ്മളെ പരീക്ഷിക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. വിശ്വാസത്തിന്റെ വചനം നമ്മൾ ദോഷങ്ങളാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുകയില്ല എന്നുള്ള വചനമാണ് കേട്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചന ഭാഗമാണ്. പല ആളുകളുടെ ഇടയിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരം ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായ ചില വചന ഭാഗങ്ങളാണ്. അപ്പോൾ പലരുടെ ഉള്ളത്തിൽ നിങ്ങൾക്കറിയാം, പല പ്രസംഗങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നമുക്ക് ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകും. അപ്പോൾ എന്താണ് പരീക്ഷ എന്നുള്ളത് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളത് എടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും ഒന്നും കൂടെ ആ വചനത്തിൻ്റെ അകത്തുനിന്നും ചില ചിന്തകൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പരീക്ഷ? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും എന്താണ് പരീക്ഷ? വിശ്വാസത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പരീക്ഷ എന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ഭയപ്പെടുത്തുന്ന ചിന്തയുണ്ട്. യോബിൻ്റെ ഉണ്ടായ പരീക്ഷകൾ. കഴിയുമെങ്കിൽ ആ വാക്യം ഞാനിന്ന് എടുത്തിട്ടില്ല, ഒരു വാക്യം ഒന്ന് എടുക്കാവോ? യോബിൻ്റെ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ എന്താണോ ഭയപ്പെട്ടത്, ആ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഭയന്നത് തന്നെ എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചിലപ്പോൾ ആ വാക്യം ഒന്ന് ആവശ്യം വന്നേക്കും. ആ വാക്യം ഒന്ന് എടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ അത്ഭുതമാക്കുമാറാകട്ടെ. തുടക്കത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന സെറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് എന്ന് പറഞ്ഞു, ഒരു രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ ഇന്നൊരു ആലോചന തന്നു. രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞാൻ രമ്യയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു പുളിമരം ആ വീടിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു പുളിമരം വീടിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഭവനത്തെപ്പറ്റി കർത്താവ് എന്നെ കാണിച്ചത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവോട് പറയുന്നു, വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. വലിയ തടസ്സം എടുത്തു മാറ്റി വർഷങ്ങളായിട്ട് ആ കുടുംബം അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ നിന്നും ഒരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു.
ആ വ്യക്തി ആരാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. വലിയ കർത്താവ് പ്രവർത്തികളാൽ ചെയ്യാൻ വേണ്ടി പോകുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സകല പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റി. രമ്യ, എന്റെ വീടിന്റെ അടുത്ത് രമ്യുണ്ട്. അവരുടെ വീടിന്റെ അടുത്ത് ഒരു പുളി നിൽക്കുന്നുണ്ട് പക്ഷേ. ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ മുഖാന്തരം കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞത്. നിങ്ങളൊരു അനുഗ്രഹമാക്കി ആ കുടുംബത്തെ കർത്താവ് മാറ്റും. അനേകർക്കൊരു സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും. ആമേൻ. നമ്മൾ അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ അനേകർക്ക് ബുദ്ധിമുട്ടാകുന്നതല്ല, അനേകർക്ക് നമ്മളൊരു അനുഗ്രഹമാകുന്നതാണ്. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ആ വാക്യം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വചനം എടുത്ത് കാണിച്ചവർക്കായി നന്ദി പറയുന്നു. നീവി എന്നുള്ള പേരാണ് കാണുന്നത്. എനിക്ക് പേര് മനസ്സിലായില്ല ആരാന്നുള്ളത്. സെലീൻ സിസ്റ്ററും ആ വാക്യം എടുത്ത് കാണിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന ഈ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന വലിയ ശുശ്രൂഷ തന്നെയാണ് ഈ വചനം വേഗത്തിൽ എടുത്തു തരുന്നതൊക്കെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ US-ൽ നമ്മുടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ശേഷം നമ്മുടെ പ്രെയർ ലൈൻ്റെ ഒരു നമ്പർ കാണിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുന്നവർ, ഇപ്പോഴല്ല, അത് ദൈവഹിതം പോലെ നടക്കുന്ന ഒരു സമയമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുവാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പ്രെയർ ലൈനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ അവർ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് ഒന്ന് പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം, ഇന്നലെ വായിച്ച വാക്യത്തിലേക്ക് ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയാണ്, ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടിയും ഒരു ഭയവും ഒക്കെ വന്നു. പരീക്ഷ സഹിക്കുക എന്നൊരു പ്രയോഗം അവിടെ കൊടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു വാക്ക് വന്നില്ല, അല്ലെങ്കിൽ ഒരു ചിന്ത വന്നില്ലേ, അയ്യോ സഹിക്കണം എന്നൊരു ചിന്ത. യഥാർത്ഥത്തിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരീക്ഷ എഴുതാത്തവരായിട്ട് ആരും കാണത്തില്ല, അല്ലേ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷ ജീവിതത്തിൽ എഴുതിയ വ്യക്തിയായിരിക്കും. അപ്പൊ എന്താണ് ഈ പരീക്ഷ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷ എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന ഒരു വ്യക്തി SLC പരീക്ഷ എഴുതിയില്ല. ആ SLC പരീക്ഷ അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയില്ല, ആ വ്യക്തിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മുന്നോട്ടുള്ള ഉപരിപഠനം അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കുള്ള ഒരു വാതിലാണ് അടഞ്ഞു പോകുന്നത്, അല്ലേ? അപ്പൊ അതേ ഒരു പദം ഞാൻ നിങ്ങളോട് ഉപയോഗിക്കുവാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ കേപ്പബിലിറ്റി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പരീക്ഷ. നോക്കിയേ, അപ്പൊ ഈ വചനത്തിൽ ഇങ്ങനെ ബ്ലെസ്സഡ് ഈസ് ദ മാൻ, ഓർ ദ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഭാഗ്യവാൻ എന്നുള്ള വാക്കിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ പരീക്ഷ സഹിക്കുന്നവൻ. അപ്പൊ എന്താണ് പരീക്ഷ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കൊടുക്കുന്നു. ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ ആ വാക്ക് പറഞ്ഞായിരുന്നല്ലേ, ദോഷങ്ങളാൽ ദൈവം മനുഷ്യനെ പരീക്ഷിക്കത്തില്ല. അപ്പൊ നിങ്ങളൊരു ചോദ്യം, അങ്ങനെയാണെ ബ്രദറെ, ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും പിശാശിന് ദൈവം അവിടെ അനുവദിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, പിശാശ് ലോകം മുഴുവൻ ഊടാടിക്കൊണ്ട് കറങ്ങി നടന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ പറയുന്നുണ്ട്, കർത്താവേ, നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നു, ആ വേലി ഒന്ന് എടുത്തു മാറ്റിയാൽ ഞാൻ അവന് എന്ത് ചെയ്യാം? നിനക്കെതിരെ കാണിച്ചു തരാം. എന്നാൽ അതിന്റെ യഥാർത്ഥ വാക്കുകൊടുത്ത്, ഞാൻ പേടിച്ചതുപോലെ തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെ അതിവേദന എനിക്കെടുത്തു എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ യോബിന്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യോബിന്റെ അകത്തൊരു ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഓർത്തോണം, എപ്പോഴും ഭയം യോബിന്റെ ജീവിതത്തിൽ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് എന്ത് ചെയ്തു?
സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു. ദൈവം സകല നന്മകളാലും അനുഗ്രഹിച്ചു. ദൈവം സകലത വേണ്ടുവോളം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊടുത്തു. സകല നന്മകൾ ഇയ്യോബിന് കൊടുത്തുവെങ്കിലും ഇയ്യോബിന്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു, ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. നിങ്ങൾ നോക്കിയ 2-ാമത്തെ വാക്യം നോക്കി യോഹന്ന പുസ്തകം. പിന്നെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ഇല്ലതാനും. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യന് തനിക്കുള്ളതൊക്കെയും തന്റെ ജീവനും പകരം കൊടുക്കുകയും നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയിലും മാംസത്തിലും തൊടുക, അവൻ നിന്റെ മുഖത്ത് ത്യജിച്ചു പറയും എന്ന് പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ ഞാൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണൻ മാത്രം തൊടരുത്. അപ്പം നിങ്ങൾ നോക്കിയേ, അപ്പൊ എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ അനുവദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ഏറ്റവും ഒടുവിൽ ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു. നോക്കിയേ, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. നോക്കിയേ, ഞാൻ ഭയപ്പെട്ടിരുന്നത്. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നിങ്ങൾ ഈ വാക്കിന്റെ ഒരു അർത്ഥം ഒന്ന് എന്തുവാ? നിങ്ങളുടെ ഒരു നല്ല മനസ്സിലാക്കിയ ഒരു മനോഭാവം വെച്ച് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടി പോകും. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ ജയിക്കാം? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഈ പരീക്ഷയാണോ അതോ പിശാചിന്റെ പ്ലാനാണോ ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് മനസ്സിലാക്കി അതിനെ ജയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ ഉണ്ടാകേണ്ടത് എങ്ങനെയൊന്ന് കേൾക്കാൻ വേണ്ടി പോവാ. ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഭവിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പെട്ടെന്ന് പറഞ്ഞ്, ഒന്ന് ചുരുക്കി പറഞ്ഞ് ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? മനസ്സിൽ ചിന്തിച്ചത് തന്നെ സംഭവിച്ചു. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ദൈവം തന്നെ അനുഗ്രഹിച്ചപ്പോഴും തലമുറകളെ അനുഗ്രഹിച്ചപ്പോഴും ആത്മീയമായും ഭൗതികമായി അനുഗ്രഹിച്ചപ്പോഴും തന്റെ അകത്തൊരു ഭയം കയറി. ഓർത്തെ, നിങ്ങളുടെ അകത്ത് എപ്പോഴും ഓർത്തോണം, ഭയം കൊണ്ടുവരുന്നത് ദൈവമല്ല, ഭയപ്പെടുത്തുന്ന ദൈവമല്ല. പെട്ടെന്ന് ശരീരത്തിലൊരു വേദന വന്നു ഉടനെ മനസ്സ് പറഞ്ഞത് ക്യാൻസർ ആണോ ട്യൂമർ ആണോ? അയ്യോ, ഈ ഭയം കൊണ്ടുവരുന്നത് പിശാചിന്റെ തന്ത്രമാണ്. ഭയത്തിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭയത്തിലൂടെ നിങ്ങൾ പലതും വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്ക് സംഭവിച്ചു. ഞാൻ ആ വാക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പോവാണ്, ഞാൻ ഭയപ്പെട്ട് വിശ്വസിച്ചത് എനിക്ക് ഭവിച്ചു. കണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ അകത്ത് നേരം വെളുക്കുമ്പോൾ ദൈവം തന്നെ അനുഗ്രഹിക്കുമ്പോൾ, തന്നെ വർദ്ധിപ്പിക്കുമ്പോൾ, തന്റെ തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ യോബിന്റെ മനസ്സിന്റെ അകത്തൊരു ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊരു ഭയം. ഈ ഭയത്തെ ഇദ്ദേഹം വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് സാത്താൻ പറയുന്നത്, കർത്താവേ നീ അവന്റെ വേലി ഒന്ന് പൊളിച്ചത്, ഇപ്പൊ ഞാൻ അവനെ കടക്കി കാണിക്കുകയാണ്. ഇവന് മനസ്സിലായി യോബ് എവിടെയൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം വളരെ സൂക്ഷിക്കണം. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് എന്തുവാണ്? നിന്റെ വിശ്വാസം പോലെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കാം, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വാക്കാ കേട്ടോ, വളരെ സൂക്ഷിക്കേണ്ട ഒരു വാക്കാണിത്. ഇവിടെ യോബിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഞാൻ ഈ ഭയം എന്നുള്ള വാക്കൊന്ന് ബ്രാക്കറ്റ് ഇടുവാണേ. യോബ് ഭയപ്പെട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു ടെൻഷൻ ഇദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇദ്ദേഹത്തിന് സ്വസ്ഥനാകാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിന് വിശ്രമിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ വിശ്രമിച്ചില്ല, ഞാൻ ആശ്വസിച്ചില്ല, പിന്നെ അതിവേദന എടുക്കുന്നു. നോക്കിക്കേ, അപ്പൊ ഇത് മൂന്നും യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, സ്വസ്ഥതയില്ല, വിശ്രമമില്ല, ആശ്വാസമില്ല. ഇത് മൂന്നും ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്ത് എണീക്കുന്നപ്പോൾ മനസ്സിൽ മൊത്തം ടെൻഷനാ. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യരുത്. ദൈവത്തിലുള്ളവൻ അനാവശ്യ ചിന്ത വേണ്ട. എപ്പോഴും പറഞ്ഞ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എപ്പോഴും പറഞ്ഞു ദൈവം എന്നെ സൂക്ഷിച്ചോളും.
പലർക്കും പേടിയുണ്ട്, ബ്രദറെ ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുക, നാട്ടുകാരെല്ലാം കണ്ണുവെക്കുന്നു ബ്രദറെ, അവരാണെങ്കിൽ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട് ബ്രദറെ, ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട് പണി കംപ്ലീറ്റ്. എനിക്ക് അറിയുന്ന ഒരു സഹോദരനുണ്ട്, എപ്പോഴും വീട് പണി തുടങ്ങിയപ്പോൾ മുതൽ പറച്ചില്ല, അയൽവക്കത്ത് ആരോ എനിക്കിട്ട് ചെയ്തിട്ടുണ്ട് ബ്രദറെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, നിനക്ക് വീടുകൾ തരുമെന്ന് ദൈവം പറഞ്ഞേക്കുന്നത്. പക്ഷെ പിന്നെയും പറയും, ബ്രദറെ എന്നാലും എനിക്കൊരു ഭയമുണ്ട് ബ്രദറെ, അയൽവക്കത്ത് അവർ ഇച്ചിരി കൂടോത്രക്കാരാ, അവരെന്റെ വീട് പണി എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് എന്ത് സംഭവിച്ചെന്നറിയാവോ? വർഷങ്ങളായിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭയപ്പെട്ടതിനെ വിശ്വസിക്കുവാൻ തുടങ്ങി, ആ വിശ്വസിച്ചത് ഭവിക്കുവാൻ തുടങ്ങി. ദൈവം ഉത്തരവാദിയല്ല. ആ ഭയത്തിലൂടെ പിശാച് ആ ഭവനത്തിലോട്ട് പ്രവേശിച്ചു, അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇതാ പലർക്കും സംഭവിക്കുന്നത്. ഇവിടെ സ്വസ്ഥതയില്ല, വിശ്രമമില്ല. നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബ് ആരാണ്? ദൈവം തന്നെ പറഞ്ഞുണ്ട്, നിഷ്കളങ്കനാണ്. ഇതൊരു കുഴപ്പമാണ് കേട്ടോ. ഭക്തനാണ്, നല്ലതാണ്, എല്ലാ ഗുണമുണ്ടെങ്കിലും പിശാച് വരെ, കർത്താവെ കാര്യമൊക്കെ ശരിയാണ്, പ്രാർത്ഥനക്കാരനാണ്, ഭയങ്കര വിശ്വാസിയാണ്, ഒറ്റയിരുപ്പിന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വാഴ്ചയൊക്കെ തീർക്കും, ഒരു പ്രാർത്ഥനയ്ക്ക് പോയാൽ പിന്നെ തീരുന്നവരെ അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയാൽ സ്വസ്ഥതയില്ല, ടെൻഷനാ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ടെൻഷനല്ല, ഇത് ഭയവാ. ഒരു കാര്യം എപ്പോഴും പറഞ്ഞോണം, കർത്താവ് എന്നെ നടത്തും. എൻ്റെ കൂടെ പറഞ്ഞോളാം, ദൈവം എന്നെ നടത്തുമെന്ന് പറ. ദൈവം എന്നെ നടത്തും. നമുക്കൊരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും സ്വസ്ഥമാകും. നമുക്ക് പലപ്പോഴും, ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരുന്ന്, ഞാൻ ചോദിച്ചു, ഈ കൂട്ടായ്മ വന്ന് വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര പേരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി? ഒരു സമാധാനവും സന്തോഷവും മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ദൈവം നമുക്ക് സത്യസുവിശേഷം തുറന്നു തന്നോണ്ടാ. ബ്രദറിനെ എടുക്കൊന്നുമല്ല. ഈ സത്യം തിരിച്ചറിയുമ്പോൾ എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, ശരീരത്തിലും മനസ്സിലും. നമ്മുടെ മനസ്സും ശരീരവും സമാധാനം ഉണ്ടാവും. ഇതുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഇവിടെ നോക്കി, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് നേരിട്ടു. അപ്പൊ ഇയ്യോബിന്റെ അകത്തൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ്, നിങ്ങൾ നോക്കി, ഇതാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് പിശാച് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ നോക്കിയ, സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുക്കുകളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ ഞാൻ നിന്റെ കൈ തന്നിരിക്കുന്നു. നോക്കിയേ. അപ്പം യഥാർത്ഥത്തിൽ ഇയ്യോബിന്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നുവെങ്കിലും ഇയ്യോബിന്റെ ഉള്ളത്തിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഇയ്യോബിന് അത് ഓവർകം ചെയ്യാനുള്ള കാരണവും ഇയ്യോബിന്റെ വിശ്വാസം തന്നെയാണ്. ഒരു വശത്ത് ഇയ്യോബിന്റെ വിശ്വാസം ഭയമുള്ള വിശ്വാസമാണെങ്കിലും മറുവശത്ത് എന്തൊക്കെ ചെയ്താലും ഞാൻ കർത്താവിനെ വിട്ട് മാറത്തില്ല എന്നൊരു വിശ്വാസവും ഇയ്യോബിന്റെ അകത്തുണ്ടായത്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞവൻ ഭക്തനാണ്. ഒരു സ്പിരിച്വൽ, നമ്മൾ ഒരേ സമയം ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദറെ പിശാച് എങ്ങനെ എൻ്റെ വീട്ടിൽ കയറുന്നത്? പിശാച് കയറുന്ന കൂടോത്രക്കാരന്റെ കൂടെ ഒന്നും അല്ല. പിശാച് കയറുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിശാച് പ്രവേശിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. എന്താണ് ഇനി നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം വ്യക്തമായോ നിങ്ങൾക്ക്? ഇയ്യോബിന്റെ ശോധന പരീക്ഷ മനസ്സിലായോ? വ്യക്തമായി മനസ്സിലായി. ഇനി ആരെങ്കിലും വന്ന് തലയിൽ കൈവച്ച് പ്രവചിക്കുവാന്ന് വിചാരിച്ചു, ഇയ്യോബിന്റെ പോലെ ഒരു ശോധന ഉണ്ടാന്ന് പറഞ്ഞ അവിടെ പറഞ്ഞു, പൊന്നു സഹോദര, സോറി, എനിക്ക് വചനം ഇപ്പോഴാ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ആ ശോധന ഏറ്റെടുക്കത്തില്ലെന്ന് ഇനി ചാടി പറഞ്ഞോണം. അല്ലാതെ ആരെങ്കിലും തലയിൽ കൈവച്ചിട്ട് പറയുക, ഇയ്യോബിനെ പോലെ ദൈവം നിന്നെ ശോധനയിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ കർത്താവിന്റെ തൂണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്ത് പറഞ്ഞോണം. ഇയ്യോബിന്റെ ശോധനയിലൂടെ കർത്താവ് എന്നെ കടത്തി വിടത്തില്ല. അതിനാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി. ഇനി ക്രിസ്തുവിലുള്ളവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. പുതിയ നിയമ വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. നേരെ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഇനി വരാം. പരീക്ഷ. ഇപ്പൊ നിങ്ങളുടെ ഇയ്യോബിന്റെ പരീക്ഷ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ പരീക്ഷ എന്നുള്ളത് നിങ്ങൾ നോക്കണം. തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നു, ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല.
അപ്പൊ നോക്കിയേ, ദോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുവാൻ ഇടയാ തീർന്നല്ലേ. ദോഷങ്ങളാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? പരീക്ഷിക്കത്തില്ല. The God cannot be tempted with evil. ദൈവം ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല. ഞാൻ പറയും, ഈവിൾ എന്ന വാക്കിന് ദുഷ്ടത അല്ലെങ്കിൽ ദോഷം എന്ന വാക്കിനേക്കാൾ കുറച്ചും കൂടെ കൊടുത്തേക്കുന്ന ഒരു മീനിങ് എഗ്നിസ്റ്റ് ടു ഗോഡ്, ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണ് ഈവിൾ എന്ന പദത്തിന്റെ ആ ഒരു ഗ്രീക്ക് വേർഡ് കൊടുത്തിരിക്കുന്നത്. എഗ്നിസ്റ്റ് ടു ഗോഡ്, ദൈവത്തിനെതിരെയുള്ള കാര്യങ്ങൾ. അപ്പൊ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ട് ദൈവം നിങ്ങളെ ഒരിക്കലും എതിരെ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പല ആവർത്തി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരും. നീണ്ട വർഷങ്ങൾ അബ്രഹാം കാത്തിരുന്നു, മകനെ കിട്ടിയില്ല. രണ്ടാമത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. നീണ്ട കാലഘട്ടം കാത്തിരുന്നു, അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ദിവസം ദൈവം പറയുകയാണ്, സോറി, ഞാൻ അന്ന് പല കാര്യം എനിക്ക് ഓർമ്മയുള്ളപ്പോൾ പലതും ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് കുറേ കാലമായില്ല, ഞാനതെല്ലാം മറന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയൊരു പ്രോമിസ് തരാം എന്ന് ദൈവം പറയത്തില്ല. കാര്യം ദൈവം തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. താൻ പറഞ്ഞതിന് വിപരീതമായി ദൈവം ചെയ്യത്തില്ല. നിങ്ങളിപ്പോൾ ഒരു വചനം വിശ്വസിക്കുവാന്നിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പഴയ നിയമത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് വട്ടം പിടിച്ചത്. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, ഒറ്റ തൊഴി കൊടുത്താൽ യാക്കോബ് തെറിച്ച് ഏതെങ്കിലും കണ്ടത്തിലോ പറമ്പിലോ പോയി കിടക്കും. അത്രയ്ക്കും ഒരു ദൂതനൊന്ന് ഉന്താൻ പോലും വേണ്ട, ദൂതന്മാർ ഉന്തിയാൻ പോലും വേണ്ട യാക്കോബ് തീരാൻ. പക്ഷെ യാക്കോബിനെ തൊടാൻ ദൈവത്തിന് കഴിയത്തില്ല. അതിന് കാരണം അഹങ്കാരി ആയതുകൊണ്ടല്ല. യാക്കോബിനൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം വാക്കുമാറത്തില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നിന്നെ തോൽപ്പിക്കുമെന്ന്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്, നിനക്ക് വിരോധമായി ചലിക്കുന്ന എല്ലാത്തിനെയും ബൈബിൾ ഉൽപ്പത്തി പറഞ്ഞൊരു വാക്യമുണ്ട്, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന. ദൈവം പറഞ്ഞ വാക്കിന് വിരോധമായി ദൈവം ചെയ്യത്തില്ലെന്ന് യാക്കോബിന് അറിയാം. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞ, കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. കർത്താവിന് വേണ ഒരു ഒറ്റ തള്ളു തള്ളിയാൽ യാക്കോബ് തീരെ, പക്ഷെ യാക്കോബിനെ തള്ളാൻ ദൈവത്തിന് പറ്റത്തില്ല. കാരണം ദൈവം വാക്ക് കൊടുത്തു പോയി. ആ വാക്കേൽ വിശ്വസിക്കുന്നിടത്തോളം കാലം, ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ വിട്ട് മാറാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളെ പലപ്പോഴും ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിലും യേശുക്രിസ്തു ഒരു ഉപമ പറയുന്ന സമയത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ വചനം വിതച്ചിട്ട് ചിലത് വഴിയരികിൽ വീണു, ചിലത് നിലത്ത് വീണു, ചിലത് പാറമേൽ വീണു. എന്നാൽ നിലത്ത് വീണതോ അത് കിളികൾ വന്ന് കുത്തിക്കൊണ്ട് പോകുന്നു. അതിന് കർത്താവ് ഉപമയുടെ പൊരുൾ പറയുന്നത്, ഒരുവന്റെ ഹൃദയത്തിൽ വചനം വിതച്ചിട്ട് പിശാചു വന്ന് അവന്റെ ഉള്ളത്തിൽ നിന്ന് ആ വചനം എടുത്തുകൊണ്ട് പോകുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വചനമൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും ആരാധനയൊക്കെ ആരംഭിച്ചിട്ട് ഒരു പ്രശ്നം വരുമ്പം നമ്മൾ തളർന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പരാതി പറയാറില്ല, എൻ്റെ കർത്താവേ, എന്തുകൊണ്ട് കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ യാക്കോബ് പറഞ്ഞതുപോലെ, കർത്താവേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ നീ എന്നെ അനുഗ്രഹിക്കുമെന്നും നീ എന്നെ വർദ്ധിപ്പിക്കുമെന്നും ഇങ്ങനെ പറയണം ദൈവസന്നിധിയിൽ. പിശാചിന്റെ തന്ത്രം ദൈവത്തിനെതിരെ പറയിപ്പിക്കുക. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ വചനം ഉള്ളത്തിലുള്ളവനെ വിട്ട് ദൈവത്തിന് പോകാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ വചനം ഉള്ളവനെ വിട്ട് ദൈവത്തിന് പോകാൻ പറ്റത്തില്ലെന്ന് പറ. ദൈവത്തിന്റെ വചനം ഉള്ളവനെ വിട്ട് ദൈവത്തിന് പോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആ സഹോദരി കേൾക്കുന്നുണ്ട്, യു.എസ് ഒരു സഹോദരി വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു, ബ്രദറെ, അവരുടെ ഭവനത്തിന്റെ അകത്ത് കള്ളം കയറി അവരുടെ സ്വർണം എല്ലാം മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. പല ആൾക്കാരും പറഞ്ഞു, പോയത് പോട്ടെ, കള്ളന്മാർ ചിലപ്പോൾ അത് കൊണ്ടുപോയി വിറ്റ് കാണും, അവരത് പൊട്ടടിച്ച് കാണും, അവരത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും, അത് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, ബൈബിളൊരു വാക്യമുണ്ട്, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന് പറയും. ഞാൻ പറഞ്ഞ സഹോദരി, ഈ വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. കട്ടോണ്ട് പോയവൻ എത്ര കള്ളനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും അവന് തിരിച്ചു തരുന്നത് വരെ അവന് സ്വസ്ഥത കൊടുക്കത്തില്ല. അറിയാവോ? ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനെ കൊണ്ടത് വിറ്റാലും അവനെ കൊണ്ട് നശിപ്പിച്ചാലും അത് കൊണ്ടുവന്ന് തരുന്നത് വരെ നിങ്ങൾ ഉള്ളത്തിൽ വചനമുണ്ടെങ്കിൽ ആ വചനം, ബൈബിൾ ഒരു വാക്യമുണ്ട്, ദൈവം വചനം അയച്ച് വിടിവിക്കുന്ന ദൈവമാണ്. ആ വചനത്തിന്റെ ശക്തി അവിടെ മാനിഫെസ്റ്റ് ചെയ്യും.
നമ്മൾ കരഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ കണ്ണുനീർ വാർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ വചനത്തെ ഒന്ന് അയക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് വാക്ക് മാറാൻ കഴിയത്തില്ല. അപ്പൊ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഇനി നോക്കിയേ, പെട്ടെന്ന് സമയം കയറി അങ്ങ് പോയല്ലേ. ഞാൻ ചിലപ്പോഴാണ് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണത്തുള്ളേ. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, 41 അധ്യായം, മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലെ 41, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇവിടെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാതെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരീക്ഷയിൽ കുടുങ്ങിപ്പോകരുത്, അതിന്റെ അർത്ഥം തോറ്റുപോകരുത്. അതാ കർത്താവ് പറയുന്നത്. പരീക്ഷ എഴുതാതിരിക്കാനല്ല പറഞ്ഞേക്കുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ പറയുക, പരീക്ഷയ്ക്ക് പോകാതിരിക്കുന്നവൻ ഭാഗ്യവാൻ അല്ല നമ്മൾ പറയുന്നത്, അല്ലേ? പരീക്ഷ എഴുതി ജയിക്കണം, പരീക്ഷയിൽ തോറ്റുപോകരുത്. ഈ ഒരു പ്രയോഗം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. നമുക്കറിയാം എന്താണ് പ്രാർത്ഥന. ദൈവഹിതം. റോമാലേഖനം 8 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ പറയുന്നു, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ തുണനിൽക്കുന്നു, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ല, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ, ദൈവഹിതം ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആഹാ ദൈവത്തിന്റെ പ്ലാൻ ഇതാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, നിങ്ങളിപ്പോ വലിയൊരു പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുവാന്ന് വിചാരിച്ചു, കൊച്ചിന്റെ വിഷയമോ കടഭാരമോ രോഗമോ, ഉടനെ മെഡിക്കൽ റിപ്പോർട്ട്. നമ്മൾ ഒത്തിരി സാക്ഷ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, സൗരി പറഞ്ഞില്ലേ, ആ CT സ്കാൻ എടുത്ത സമയത്ത്, MRI സ്കാൻ എടുത്ത സമയത്തും എല്ലാം വയറ്റിൽ വലിയൊരു മുഴയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് നമ്മൾ എന്താ പറഞ്ഞു, ക്യാൻസറിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ, ആ സൗരി പറഞ്ഞായിരുന്നല്ലോ, കൾച്ചർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ബയോപ്സിക്ക് വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടതാണ്, അവിടെ ഒരു മുഴയുണ്ടെന്ന് കണ്ടതാണ്, അത് ഉള്ളതാണ്, സ്കാനിങ് കണ്ടതാണ്. അപ്പം വീണ്ടും അത് ബയോപ്സിക്ക് എടുക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ സഹോദരി മറ്റാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, ആരോഗ്യവും സൗഖ്യവും നിന്റെ അവകാശമാണ്, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു. എത്ര പേര് ആ സാക്ഷ്യം കാണിച്ചു. അവസാനം ആ ബയോപ്സിയുടെ അതിന് മുമ്പ്, ബയോപ്സി ടെസ്റ്റിന് മുമ്പ് ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ മുഴ അവിടെ ഇല്ല, ഇനി ബയോപ്സിയും വേണ്ട, ഒന്നും വേണ്ട, ഒരു മരുന്നും വേണ്ട എന്ന് പറയുന്നത്. എത്ര വരുന്നില്ല കഴിഞ്ഞ സാക്ഷ്യം കേട്ടു മിനിഞ്ഞാന്ന്? എത്ര പേരുത് കേട്ടു? അപ്പൊ എന്താണ് ദൈവഹിതം? ദൈവഹിതം എന്റെ ആരോഗ്യമാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് കോൺഷ്യസ് ആകുകയാണ്. നമ്മൾ ആത്മബോധത്തിലേക്ക് നമ്മൾ വരുന്നതാണ് പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പിരിറ്റ് കോൺഷ്യസിലല്ല നിങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല, കാർണൽ മൈൻഡ് എന്നും സ്പിരിച്വൽ മൈൻഡ് എന്നും നമ്മൾ കൊരിന്ത്യർ പറഞ്ഞില്ലേ. നമ്മൾ കാർണൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളവരെ പോലെ ചിന്തിക്കുന്നു. സ്പിരിച്വൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്പിരിച്വൽ മൈൻഡാ. പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ എന്റെ യേശുവേ അങ്ങ് എന്റെ അത്ഭുത മന്ത്രിയ എന്ന് പറയുന്നത് സ്പിരിച്വൽ കോൺഷ്യസ് ആണ്. നമ്മുടെ മൈൻഡിനെ അവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതത്തെ സ്വീകരിക്കുവാൻ വേണ്ടി. അപ്പൊ യേശു പറയുകയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അപ്പൊ പരീക്ഷ വരുമ്പോൾ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ജയിക്കുവാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്ത് വചനം വേണം, ദൈവഹിതം വിളിച്ചു പറയണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുക, പിശാച് ഇപ്പൊ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി വരുവാന്ന് വിചാരിക്കട്ടെ. ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് എനിക്ക് അനുവാദം തരണമേന്ന് ചോദിച്ചുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നുണ്ട്? യേശു ക്രിസ്തു അടുക്കിലേക്ക് വരുന്നുണ്ട്, ശിഷ്യന്മാരെ ചോദിക്കുന്നു. കാര്യം ശിഷ്യന്മാർ പ്രത്യേകത എന്താണെന്നറിയാവോ? അവരുടെ അകത്തൊരു നെകളവുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ. ഈ നെകളവാണ്. അതായത് യോബിന്റെ അകത്തൊരു ഭയമുണ്ടെങ്കിൽ ശിഷ്യന്മാരുടെ അകത്ത് ഭയമല്ല, പകരം ഇവരുടെ അകത്ത് ആരാണ് വലിയവൻ ഒരു ജഡീകമായ ചിന്തയാണ്. കർത്താവ് പറയാണ് പരീക്ഷ വരും, ശ്രദ്ധിച്ചോണം, കുടുങ്ങിപ്പോകരുത്, വലിയവൻ ദൈവമാണ്. ആമേൻ. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പൊ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഉടനെ ഈ പിശാചിന്റെ ദൈവത്തിന്റെ ശോധനയാണ്, ദൈവം എന്നെ പരീക്ഷയെ കടത്തി വിടുവാണ്, ഇതെന്റെ പലരും രോഗം വരുമ്പോഴും പ്രശ്നം വരുമ്പോൾ ഉടനെ പറയും, ഇത് കർത്താവ് എന്നെ പരീക്ഷിക്കുക, എന്നെ മിടുക്കാൻ. അല്ലല്ലല്ല, ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ, ഈവിൾ എന്ന പദത്തിന്റെ അർത്ഥം വന്ന് ദുഷ്ടതയാൽ, അതിനെ വീണ്ടും വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന വാക്കിതാണ്, നിങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ തന്ന്. ഈവിൾ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ബൈബിൾ ഒരു വാക്യമുണ്ട്, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പിശാച് വരുന്നത്. അറക്കുക, മുടിപ്പിക്കുക, മോഷ്ടിക്കുക, ഇതാണ് പിശാചിന്റെ പ്രത്യേകത. ഒന്നുകൂടെ ഞാൻ പറയാം, അറക്കുക, മുടിപ്പിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ ഇത് കർത്താവ് എന്നെ പരീക്ഷിക്കുക. അല്ല, അറക്കുന്നതും മുടിക്കുന്നതും മോഷ്ടിക്കുന്നതും ദൈവം ചെയ്യത്തില്ല.
ദൈവത്തിന്റെ പരീക്ഷ എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഇന്നലെ കേട്ടായിരുന്നു അല്ലേ? 5 അപ്പവും 2 മീനുമായിട്ട് നിൽക്കുന്ന ഒരു ബാലനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഇവിടെ 200 റാന്തലുണ്ട്, ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം? അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കുറച്ച് ചോറും കറിയും മേടിച്ചോണ്ട് വരാം. എന്നാലും തികയത്തില്ല, 500 പേർക്കുള്ളതേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ കാശ് 5000 പേരുണ്ട്. കുറെ പേര് പറഞ്ഞു അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് എന്ത് ചെയ്തോട്ടെ, അവർ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിച്ചോട്ടെ. കുറെ പേര് പറഞ്ഞു എന്നാ ചെയ്യാനാ? കുറെ പേര് പറഞ്ഞു നമുക്ക് ഉപവാസ പ്രാർത്ഥനയോട്ട് കൺവേർട്ട് ചെയ്തേക്കാം എന്നൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു, അവരെ വഴിയിൽ വെച്ച് വീണു പോകുവാൻ എനിക്ക് അനുവാദം, എനിക്ക് അങ്ങനെ വിടാൻ സമ്മതമില്ല. അപ്പൊ പരീക്ഷ വരുമ്പോൾ ഓർത്തോണം, വചനത്തെ മുറുക്കെ പിടിച്ച് അതിനെ ജയിച്ച് അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പരീക്ഷകൾ. പരീക്ഷയിലേക്ക് നമ്മൾ വരുന്നതിന്റെ അർത്ഥം ജയിക്കാൻ വേണ്ടി അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പഠിക്കണം വചനം. ബ്രദറെ, അപ്പം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമെല്ലാം ബ്രദറെ എൻ്റെ ജീവിതത്തിൽ വലിയ കുഴപ്പമാണെന്നാണ് ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവല്ല പ്രിയരെ, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടി നമ്മൾ ജയിക്കും. വാചനത്താൽ നമ്മൾ ജയിക്കും. വചനത്താൽ നമ്മളതിനെ ഓവർകം ചെയ്യും. എങ്ങനെ? അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ എല്ലാവരും പറയും, ഓ ഇത് ഭയങ്കര ശോധന കേട്ടോ. അതെന്തുകൊണ്ടാണ് ഈ പദം വരാൻ കാരണം എന്നറിയാം? പരീക്ഷ, പുതിയ നിയമത്തിലെ പരീക്ഷ എന്താണെന്നുള്ളത് നാളെയും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സമയം നമ്മുടെ മുമ്പിൽ കുറച്ച് മുന്നോട്ട് പോയി. അപ്പൊ നോക്കി, അപ്പൊ പരീക്ഷയെ ജയിക്കുവാൻ നമ്മുടെ അകത്ത് എന്തു വേണം? വചനം അകത്തു വേണം. ഭയം വരുമ്പോൾ ഓർത്തോണം, ഈ ഭയത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് ഭയം വരുന്നത് അല്ലേ? നമ്മൾ എപ്പോഴാണ് ഭയപ്പെടുന്നത്? പലപ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴല്ലേ. എല്ലാ വഴിയും അടയുമ്പോൾ, ആരും സഹായമില്ലാതെ വരുമ്പോൾ നമ്മൾ ഭയപ്പെടും. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് ഭയം. ഒറ്റയ്ക്കാകുന്ന പറഞ്ഞാൽ രാത്രി 1 മണിക്ക് ഒറ്റയ്ക്കാകുന്ന കാര്യമല്ല ഞാൻ. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ഭയം വരുന്നത്. നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ സ്രോതസ്സുകൾ, സോഴ്സുകൾ ഇതെല്ലാം അടയുമ്പോൾ നമുക്ക് പേടി വരും. ഈ ഭയം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും, അസ്വസ്ഥതയുണ്ട്. ഇത് തന്നെ ഇയ്യോബിന് പറ്റി. നിങ്ങൾ നോക്കി, ഇയ്യോബ് എല്ലാ വർഷവും തൻ്റെ തലമുറകളെല്ലാം വിളിച്ചിട്ട് ഒരു വിരുന്ന് കൊടുക്കുമായിരുന്നു. കാര്യം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നാളെ ഇങ്ങനൊരു അവസരം കിട്ടുമെന്നൊരു ഭയം ഉണ്ടായിരിക്കും. അയ്യോ, നാളെ എനിക്കിതിങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നൊരു ചിന്തയുണ്ടായിരിക്കും. ഭയം വരുമ്പോൾ എപ്പോഴും പറയും, ഇല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. കർത്താവ് എൻ്റെ തുണ. എൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ ഭയപ്പെടത്തില്ല. ബൈബിൾ പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. വചനം എന്ന് പറഞ്ഞു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. പറ, കർത്താവ് എനിക്ക് തുണ. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഭയമില്ല, എനിക്ക് ജയമാണുള്ളത്. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ ബലപ്പെടണം. ഒറ്റയ്ക്കല്ല ഞാൻ, ഒരു സൈന്യങ്ങളുടെ യഹോവ എൻ്റെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. നന്ദി കർത്താവേ, ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗശാന്തി, രോഗസൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവുക. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട് പറ, നിനക്ക് എന്നെ എൻ്റെ ശരീരത്തിന്റെ മേൽ ഇരിക്കാൻ അവകാശമെന്ന് ചോദിച്ച്, നിനക്ക് എൻ്റെ മേലെ അവകാശമില്ലെന്ന് പറ. ബ്രദറെ, ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ പ്രഷറും ഷുഗറും ക്യാൻസറും ഒക്കെ ആയിട്ടിരിക്കണം. ഒന്നുമില്ല, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. കർത്താവ് പറയുന്നത് കാസ്റ്റ് ഔട്ട് ദ ഡെവിൾ എന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്ക്, ആ പിശാചുക്കളെ പുറത്താക്ക്, ആ രോഗത്തെ പുറത്താക്ക്. നിങ്ങളുടെ മേലെ അധികാരത്തെ ഒന്ന് ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, ആ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ, പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരോഗ്യത്തെ, മനസ്സിൻ്റെ അകത്ത് സമാധാനമില്ലാത്ത ആൾക്കാരോട് ഞാൻ പറയുകയാണെ, അസ്വസ്ഥത വരുന്നോട് പറയും നിങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ചിന്തയാകട്ടോ. അല്ല ബ്രദറെ, എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കൂടെ, എന്നിട്ടും എന്താ ഭയം എന്നറിയാവോ? ഇതെല്ലാം കൈവിട്ടു പോകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളത്തിൻ്റെ അകത്തൊരു ഭയം പ്രവേശിച്ചു. അത് മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ടെൻഷൻ കയറുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ അല്പനേരം പറഞ്ഞുകൊണ്ടിരുന്ന ടെൻഷനുള്ളവർ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, കർത്താവ് എനിക്ക് കൂടെയുണ്ട്. ഇത് കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. എൻ്റെ ഹൃദയത്തിലെ മനസ്സിലെ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ അസാധാരണമായ ദൈവിക സമാധാനം. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ,
യേശുവേ നന്ദി കർത്താവേ. ഞാൻ ഈ സെക്കരിയാവ് എന്നുള്ള പേര്, അതിൻ്റെ ഒരു ഇംഗ്ലീഷിലേക്ക് വരുന്ന ഒരു പേരാണോ, പക്ഷെ ആ സെക്കരിയാവ് എന്നുള്ളൊരു പേര് ഞാനൊരു ഭവനത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കണ്ടുകൊണ്ടിരിക്കുക. സെക്കരിയാവ് എന്നൊരു പേര്, ആ ഒരു പേരാ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവെ, പിതാക്കന്മാരിലൂടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ ദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് കർത്താവ് തുറക്കുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. നന്മ തുറക്കട്ടെ, അനുഗ്രഹങ്ങൾ തുറക്കട്ടെ. ഇപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കരുത്. കൈവച്ചെന്നിട്ട് പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. അത്ഭുത രോഗ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ഈ വേദനയിൽ നിന്നും സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. സൗഖ്യം എൻ്റെ അവകാശമാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഈ നിമിഷം, നാളെയല്ല കേട്ടോ, ഈ നിമിഷം രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത്ഭുത സൗഖ്യം നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, 2006 ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തി 2006 ഒരു വ്യക്തി ജോലിക്ക് പ്രവേശിച്ചു. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് 2006 ആ വ്യക്തി ജോലിക്ക് പ്രവേശിച്ചിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, അദ്ദേഹം ഒരു ബാഗൊക്കെ ആയിട്ട് വീട് വിട്ട് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതായത് ജോലിക്ക് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. തിരിച്ചു വരുന്നു. 2006 മുതൽ 2016 വരെ ആ ജോലി അതിൽ തുടർന്നു. അതിനുശേഷം ആ ജോലിയിൽ നിന്നൊരു വ്യത്യാസം വന്നു. ആ ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ 2016 വരെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ 2016 ശേഷം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ കയറിക്കൂടി. പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മേഖലയിലും എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെ തൊട്ടാലും അവർക്ക് രക്ഷ ഉണ്ടാകുന്നില്ല. മുഴുവൻ കാര്യങ്ങളും താളം തെറ്റിപ്പോകുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ ഭവനത്തോട് കർത്താവ് 2016 മുതൽ ഈ ഒരു സമയം വരെയും ഇന്ന് നിലയില്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് സ്വസ്ഥത തരാത്ത രീതിയിൽ കറക്കുന്ന സകല അനുഭവങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ, ആ ഭവനം വിട്ട് മാറിപ്പോകട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, സമാധാനം ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം, ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചോണം. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. പ്രൈസ് ലോർഡ് ബ്രദർ. അത് എന്റെ കുടുംബമാണ്. എന്റെ ഹസ്ബൻഡ് 2006 ജോലിക്ക് കയറി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ആൽക്കഹോളിക് ആയിരുന്നു. അങ്ങനെ 2016 സ്ട്രോക്ക് വന്നു. ആ ജോലി റിസൈൻ ചെയ്ത് പിന്നെ 2023 വരെ പുള്ളി കിടപ്പായിരുന്നു, ബെഡേലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സാമ്പത്തികമൊക്കെ കുറെ ആൾക്കാർക്കൊക്കെ സഹായമൊക്കെ കൊടുത്തു, സ്വർണമൊക്കെ കൊടുത്തു. അതൊന്നും തിരികെ കിട്ടിയില്ല. ഹസ്ബൻഡ് 2023 മരിച്ചു. ഞാനിങ്ങനെ ബ്രദർ പറഞ്ഞ പോലെ നിലയില്ലാ കയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഈ സഹോദരിക്ക് വേറെ ആർക്കും വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഈ ആലോചന ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണെന്ന് കർത്താവിനോട് പറയുകയാണ്. സിസ്റ്റർ, ഈ 2006 ജോലിക്ക് കയറി 2016 റിസൈൻ ചെയ്ത ഈ വിഷയം ഞങ്ങളോട് ആരോടെങ്കിലും സിസ്റ്റർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദർ, ഇല്ല. അയ്യോ, കർത്താവ് എത്രത്തോളം, ദൈവം എത്രത്തോളം കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തെ കാണുന്ന. സിസ്റ്റർ, 2016 നിങ്ങളുടെ ഭർത്താവിൻ്റെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാനതാ പറഞ്ഞു, ആ 2006 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അകത്ത് എത്ര വർഷം പുറകോട്ടാ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2025. ഇത്രയും വർഷം, എത്രയാ, 19 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. 19 വർഷം മുമ്പ് ഈ സിസ്റ്റർക്ക് വേണ്ടി തന്നെ കർത്താവ് ഇടപെടുന്നത് കേട്ടോ, വേറെ ആർക്കും അല്ല. 19 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ 2016 ഒരു പ്രശ്നമുണ്ടായി, ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വന്നു. നോക്കിക്കേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ വിഷയം സിസ്റ്ററെ പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു. ആ വ്യക്തിയുടെ ശരീരത്തിൽ രോഗമിട്ട് ആ നന്മ കളഞ്ഞെന്ന് പറഞ്ഞ പോലെ നിലയില്ലാ കയത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുടുംബത്തെ ആക്കി തീർത്തു.
ദൈവം എത്രത്തോളം നമ്മളെ കാണുന്നു കേട്ടോ. ഇന്ന് അവന്റെ സകല പ്രവർത്തികളും ഇപ്പോൾ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ആ കുരുങ്ങിയ കുരുക്കുകൾ, ആരോഗ്യത്തെയും സാമ്പത്തികത്തെയും എല്ലാ മേഖലകളെയും കുരുക്കിയ കുരുക്കുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ നിമിഷം ആ ഭവനം വിട്ട് അഴിയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. പിശാചേ, നിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ലപ്പാ. ഇന്ന് കർത്താവ് എത്രത്തോളം വിശ്വസ്തന. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കാലപ്പഴക്കം ചെന്നതെല്ലാം ആത്മാവെ ഞങ്ങളതിനെ വെട്ടിവിടുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വലിയ മഹത്വം ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ തുറക്കുന്നു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ സിസ്റ്ററെ. ഇന്നു മുതൽ 2016 മുതൽ രോഗം വന്ന് ആ മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാൻ ഇന്ന് പിശാചിന്റെ തന്ത്രമെങ്കിൽ ഇന്ന് അവന്റെ ജയിക്കുന്ന സത്യവചനത്തിന്റെ സുവിശേഷം നമ്മളിപ്പോൾ കേട്ടിരിക്കുക. പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. നന്മയും കരുണയും തുറക്കട്ടെ. ഇനി ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്ത സാക്ഷ്യം കേൾക്കും. നന്മ തുറക്കുന്നതിന് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുകയാണ്. കരുനാഗപ്പള്ളിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലമെല്ലാം വിറ്റ് ഇപ്പം മറ്റൊരു സ്ഥലത്ത് കരുനാഗപ്പള്ളി അതിനടുത്ത് തന്നെ ഉള്ളത്തിൽ വരികയാണ്. എനിക്കൊന്ന് കൊല്ലമാണെന്ന് തോന്നുന്നു കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞല്ലേ. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അവർ ആ സ്ഥലമെല്ലാം വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് അവർ താമസം മാറി. പക്ഷെ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും. ഇങ്ങോട്ട് വന്ന് കയറിയപ്പം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുകയും വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ ഈ ഒരു താമസം നിമിത്തം, ഈ ഒരു നിൽപ്പ് നിമിത്തം ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കര നഷ്ടബോധമാണ്. ജീവിതത്തിൻ്റെ അകത്ത് സമാധാനം ലഭിക്കുന്നില്ല. കുടുംബത്തിൻ്റെ അകത്ത് പോലും ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇപ്പം നിൽക്കുന്നത് എല്ലാം ഉറ്റുനോക്കി പഴയ കാലത്തിലെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇരിക്കുന്നൊരവസ്ഥയാണ്. കർത്താവിനോട് പറയുന്നു, ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്ന ആ ഭവനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിൻപിലുള്ളതിനെ മറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വത്തെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിൽ ഇന്ന് അതിനെ ഏറ്റെടുത്തു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, സൂമിലോ യൂട്യൂബിലോ കേൾക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബം ഏറ്റെടുത്തോണം. നഷ്ടങ്ങളെ ഓർത്തിനി കരയരുത്. അത് അവന്റെ തന്ത്രമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ മതി, കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു. ആമേൻ പറഞ്ഞ് ആ കുടുംബം ആ അനുഗ്രഹത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് നഷ്ടപ്പെട്ടതോ മടങ്ങിപ്പോയതോ കളഞ്ഞിട്ട് വന്നതായിട്ടുള്ള ചിന്തകളിലേക്കല്ല ഇനി പോകേണ്ടത്. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഫലം കായ്ക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അല്ല, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ജീസസ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങളോടാണ് സൂമിൽ ഇടപെടുന്നെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ തോമസ് ചാക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവേ നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളോട് അടയാളം ശ്രദ്ധിക്കുക. ആലോചനകൾ ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ, ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പ. ഇന്ന് ലൈവിൽ കാണുന്നവരുണ്ട്, യൂട്യൂബിൽ നമ്മൾ ഇത്രയും കാണുന്ന ഇതേപോലെ തന്നെ സംഖ്യ യൂട്യൂബിലും കാണുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പറയാൻ വേണ്ടിയാണ്. എന്റെ വീട് കരുനാഗപ്പള്ളിയിലായിരുന്നു എന്നെ കെട്ടിച്ചത്. എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാന് ഇപ്പൊ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ വീടും വസ്തുവും വിറ്റു. പക്ഷെ മക്കളൊക്കെ ഇപ്പൊ UK-യിലാണ്. ഞാൻ നാട്ടിൽ നിൽക്കുന്ന എന്റെ വിസ അന്ന് അപ്ലൈ ചെയ്തിട്ട് ക്യാൻസൽ ആയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മാത്രമേ കരുനാഗപ്പള്ളിയിലുള്ള സ്ഥലം എന്നാ വിറ്റത്? കരുനാഗപ്പള്ളിയുള്ള സ്ഥലം വിറ്റിട്ട് കറക്റ്റ് ഓർക്കുന്നില്ല, 2 വർഷം 3 വർഷം ഉണ്ടാവും. ആ വിറ്റത് അങ്ങോട്ട് വിറ്റിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ എവിടെയാ നിൽക്കുന്ന സ്ഥലം? കൊല്ലമല്ലേ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞല്ലേ? അതെ, കൊല്ലം. ഇപ്പൊ സിസ്റ്റർ എവിടെ താമസിക്കുന്ന? അപ്പൊ ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിൽ ബ്രദേഴ്സിന്റെ കൂടെ താമസിക്കുന്നു. അതെല്ലാം വിറ്റു.
ആ വീടും വസ്തുവും മാത്രം വിറ്റു. വേറെ വസ്തുക്കളൊക്കെ ഉണ്ട്. കറ്റാനത്ത് വസ്തു വാങ്ങിച്ചതാ വീട് വെക്കാൻ, പക്ഷെ വീട് വെച്ചില്ല. ഉം, മക്കള് 3 പേരും UK-ലാ. ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഉം. ഇപ്പം വന്നിട്ട് പിന്നെ പോകാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റ് ആയി. പിന്നെയും അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്ലൈ ചെയ്തോ സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷിയാക്കും. ഈ കരുനാഗപ്പള്ളിയിലെ സ്ഥലമല്ലേ വിറ്റേക്കുന്നത് നമ്മള്? അതെ, കരുനാഗപ്പള്ളിയിലുള്ള എന്റെ ഹസ്ബൻഡും ഞങ്ങളുടെ വീടായിരുന്നു. ഉം, ഞങ്ങളുടെ വീടായിരുന്നു, പക്ഷെ ഞങ്ങൾ ബഹ്റിനിലായിരുന്നു ഫാമിലി ആയിട്ട്. ഉം, അപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ വന്ന് നിൽക്കാൻ പിള്ളേർക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് വിറ്റത്. ഉം, അങ്ങനെയാണ് ഞാൻ പിന്നെ അന്നേരം പിള്ളേരെല്ലാം UK-ലോട്ട് പോയി. ഉം. അവർക്കിപ്പം ദൈവം സഹായിച്ച് അവിടെ ജോലിയൊക്കെ ആയി. അപ്പം പക്ഷെ എന്റെ കാര്യമേ ഉള്ളൂ, ഞാൻ മാത്രം ഇപ്പം നാട്ടിലാ. സിസ്റ്റർ ഏറ്റെടുത്തോ, കർത്താവ് ഞാൻ യേശുവിന്റെ സാക്ഷിയാകും എന്ന് കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോളം നഷ്ടങ്ങളെ ഓർത്ത് ഇനി ഭാരപ്പെടേണ്ട. ദൈവം ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഒരുക്കും, ഏറ്റവും നന്മ ദൈവം എനിക്ക് ഒരുക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആരാധന യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഓറഞ്ച് കളറിൽ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ച് കളറിലെ ഈ പട്ടുസാരി എന്ന് പറയത്തില്ലേ, ആ ഒരു ഓറഞ്ച്, അത്രയ്ക്ക് ഒരു ഓറഞ്ച് കളറല്ല, അതിൻ്റെ ഒരു പട്ടുസാരിക്ക് ഒരു കളർ ഉണ്ടല്ലോ, ഓറഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ പോലെ, ഓറഞ്ച് പോലെ തന്നെ നിൽക്കുന്ന ഒരു കളറ്, അങ്ങനത്തെ ഒരു പട്ടുസാരി പോലത്തെ ഒരെണ്ണം, ഒരു അതേ കളറിൽ തന്നെയുള്ള ഒരെണ്ണം ഒരു സൂക്കേഴ്സിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ട് ഞാനൊരു സ്ഥലത്തിരിക്കുന്ന ഒരു കാഴ്ച ഒരു വീട്ടിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഏകദേശം പ്രായമായ ഒരു അമ്മച്ചിയുടെ പേര് പറഞ്ഞ് അവകാശമായി നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പട്ടുസാരി ഉടുത്തുകൊണ്ട് വന്ന കാലഘട്ടത്തിൽ ഈ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന സകല പിശാചുക്കളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പം തന്നെ അത് പോയി തുറന്ന് നോക്കുക. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭവനത്തെ ഞാൻ കാണുന്നൊരു വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, നന്മയാകാതെ കഴിയാതെ വണ്ണം ഒത്തിരി നഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്താലുള്ള നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രതിസന്ധികൾ നീങ്ങി, പ്രതികൂലങ്ങൾ മാറി, യേശുവിൻ്റെ നാമത്തിൽ അവിടെ സമൃദ്ധി ഉണ്ടാകട്ടെ. ഒരു ബ്രേക്ക് ത്രൂ അവിടെ കൽപ്പിച്ചാക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കർത്താവ് എന്നോട് പറയുന്ന ഒരു സുമേഷ് എന്നും അതോടൊപ്പം തന്നെ സുമേഷിൻ്റെ കൂടെ തന്നെ ഒരു അജേഷിനെയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വ്യക്തികളുമായി കണക്ട് ചെയ്ത് കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഈ വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവ് ആ കുടുംബത്തിൽ ആ വ്യക്തികളെ 2 പേരെയും ദൈവത്താൽ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. ദൈവം തെരഞ്ഞെടുത്താൽ ദൈവത്താൽ ഒരു സാക്ഷ്യമാക്കിയ വ്യക്തികളെ മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറകളെ അനുഗ്രഹിക്കുന്നു, ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ശൂന്യമായ പടകിനെ നിറയ്ക്കുന്ന നല്ല കർത്താവേ, അവർ അവസ്ഥകൾ ഇപ്പോൾ തന്നെ മാറട്ടെ. അവരുടെ സകല വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ. ഇപ്പോൾ അതിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ സാക്ഷ്യം അവിടെ തുറക്കട്ടെ. ഈ സൂമിലും ലൈവിലും ഒക്കെ ആലോചന കാണുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സൂമിൻ്റെ ലിങ്ക് ഉണ്ട്. ആലോചന കേൾക്കുന്നവർ കറങ്ങി നിൽക്കാതെ, അവിടെ കിടന്ന് ആമേൻ പറയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൈവിലേക്ക് പ്രവേശിക്കാം. അടുത്തൊരു ലെവൽ, ഞാനെപ്പോൾ പറഞ്ഞ ദൈവിക ആലോചന നിങ്ങളുടെ ജീവിതത്തെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. കർത്താവിലുള്ള പ്രവചന ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കർത്താവ് ഒരു വാക്ക് പറയുന്നത്, ഒരു ബേസിൽ എന്ന് പറയുന്ന ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുക. അവൻ്റെ ഭാവിയെ, ബേസിലിൻ്റെ ഭാവിയെ അടച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ മുമ്പിൽ എപ്പോഴും പല ഓപ്ഷനുകൾ വരുമ്പോഴും അതിൻ്റെ അകത്ത് അവന് ശോഭിക്കാൻ കഴിയാതെ അവനങ്ങ് ഇടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ ബേസിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് അവനെ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ബേസിലുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ ഈ നിമിഷം അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന, അവൻ്റെ ഭാവിയെ മുഴുവൻ തകർക്കുവാൻ നോക്കുന്ന ആ സകല വിഷയവും മാറിയിട്ട്
രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഞങ്ങൾക്ക് തുണയാണല്ലോ അപ്പ, ദൈവം ഞങ്ങൾക്ക് തുണയാണല്ലോ അപ്പ, അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടത്തില്ലെന്ന് കേട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നപ്പ. അങ്ങ് തൊട്ട് വിടിവിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, അങ്ങയുടെ അത്ഭുതത്തിനായി നന്ദി പറയുന്നപ്പ. കർത്താവ് സകല നന്മകളാലും സ്വർഗം നിറയ്ക്കുന്നല്ലോ. ഈ സമയത്ത് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ച് മിറക്കിൾ മണി, അതിൽ കുറഞ്ഞ ഒരു പരിപാടി നമ്മൾ പിടിക്കുന്നില്ല. മിറക്കിൾ മണി അങ്ങനെ തന്നെ വിശ്വസിക്കുക. എങ്ങനെ മിറക്കിൾ മണി വരുന്നത്? മനുഷ്യൻ എനിക്ക് കൊണ്ട് തരുന്നതല്ല, ദൂതന്മാർ എനിക്ക് കൊണ്ട് തരും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും. എൻ്റെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവ് എനിക്കുണ്ടാകും. ഞാൻ വായ്പ മേടിക്കത്തില്ല. ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. നന്മയും കരുണയും എൻ്റെ പുറകെ വരും. ഞാൻ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ആകാശം തുറന്ന് മന്ന പോലെ, മീൻ്റെ അകത്ത് നന്മ വെച്ചതുപോലെ, വല കീറുമാറ് നന്മ വെച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ രോഗങ്ങൾ, ഇവിടെ രോഗിയായിരിക്കുന്നവർക്ക് ഇപ്പോൾ സൗഖ്യം നടക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങൾക്ക് കഴിയാത്തത് അതൊന്ന് ചെയ്ത് നോക്കിക്കേ. കുനിയാനോ നൂരാനോ കഴിയുന്നില്ലെങ്കിൽ ചെയ്തു നോക്കിയാൽ നടുവിൻ്റെ വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. അസ്ഥികളുടെ മേൽ യേശുവിൻ്റെ സൗഖ്യം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഞരമ്പുകളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ആ ബ്ലഡിലെ കൗണ്ടുകൾ, ഷുഗറോ പ്രഷറോ എന്തു ആയിക്കോട്ടെ, ഒന്ന് ക്യാൻസൽ ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പാ, അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പാ. അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കർത്താവാണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കർത്താവ് 21 സെൻറ്റ് സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. 21 സെൻറ്റ് സ്ഥലം. അങ്ങനെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം സ്റ്റക്കായി നിൽക്കുക മുണ്ടക്കയത്ത്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ വസ്തുവിൻ്റെ മേലുള്ള സകല കുരുക്കുകളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ കുരുക്കിനെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അത് കർത്താവ് നഷ്ടപ്പെട്ട് അത് കയ്യിലിരിക്കുന്നത് കൊണ്ട് പ്രയോജനവും പെടുന്നില്ലാത്ത രീതിയിൽ, അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നതിനെ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. വലിയ ദൈവിക സ്വസ്ഥത ആ വിഷയത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ. ഞങ്ങളത് നന്മയാക്കി തീർക്കുന്നു, നന്മയാക്കി മാറ്റുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം വലിയ അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണല്ലോ. സമയിച്ചിട്ട് മുന്നോട്ട് പോയി. ഈ സമയത്ത് കർത്താവിലുള്ള സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവർക്കുണ്ടേ പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രാർത്ഥനകൾക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. പിന്നെയും പ്രാർത്ഥിക്കണം. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ച ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് മറുപടികൾ തരാൻ പരിമിതി ഉണ്ടെങ്കിലും, കാര്യം ഇത്രയും ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാവും. വായ്പ മേടിക്കത്തില്ല, താഴോട്ട് പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധിക്കായി നന്ദി, സമൃദ്ധിക്കായി നന്ദി. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴോട്ട് പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപകളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ മഹത്വം ദൈവം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ബ്രദറെ എന്നോടും തോന്നൽ, ഞാനൊരു പ്രാർത്ഥന വിഷയം പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നൽ വരും. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കിവിടെ ദേഷ്യം ഉണ്ടായിട്ടല്ല. യേശു അത്ഭുതം ചെയ്ത് കഴിഞ്ഞു, കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. അത് കർത്താവ് ഇനി അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നത് വിശ്വാസമല്ല, പകരം അവിശ്വാസമാണ്. അതുകൊണ്ട് തന്നതിനായി നന്ദി പറയാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന് പറഞ്ഞ വചനവും നമുക്ക് കൂടെയുണ്ട്. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഒരേ ആലോചന ഒരേപോലെ വന്നവർ എടുത്തു പറയേണ്ട, സ്വീകരിച്ചാൽ മാത്രം മതി. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട് ബ്രദറെ. പറഞ്ഞു. എന്റെ മോൾക്കൊരു ജോലിക്ക് വേണ്ടി കുറെ നാളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് വലിയ കഴിവോ സാമർഥ്യമോ ഒന്നുമില്ല. അപ്പൊ അവൾക്ക് കഴിയണ ഒരു ജോലി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നൊരു ഇന്റർവ്യൂവിന് വിളിച്ചു. അവൾക്ക് ആ ജോലി ലഭിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് അവള് ആ ജോലിക്ക് പോയി തുടങ്ങുന്നു. അതൊരു സാക്ഷിയായിട്ട് ഞാൻ പറയാണ്. നന്ദി കർത്താവ്. ഇന്ന് പ്രിയമാൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് നന്മയ്ക്കായി നന്ദി. അത് കർത്താവ് നിലനിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ആ ബ്രദർ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ബ്രദർ പറഞ്ഞോ ഒരു സിസ്റ്റർ. സാക്ഷ്യം. എന്ത്? ഇന്നലെ രമ്യ എന്നുള്ളൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞല്ലോ. തിരുവനന്തപുരം എന്ന് പറഞ്ഞ കുടുംബത്തില് ഉം, 13 വർഷമായിട്ട് ഒരു മരണം സംഭവിച്ച വീടാണെന്ന് പറഞ്ഞായിരുന്നു. ഉം, അത് എന്റെ അച്ഛന്റെ അനിയന്റെ മോളാണ് രമ, എന്റെ ചേച്ചിയാണ്. അവളുടെ അമ്മ മരിച്ചിട്ട് 13 വർഷമാകുന്നു. ഉം. അതിനുശേഷം ആ വീട്ടിലിങ്ങനെ എല്ലാ തലമുറകളിലും ഭയങ്കര ഇതായിരുന്നു. അത് സാധാരണ ഒരു മരണമെന്നാണ് ബ്രദർ എല്ലാവരും ഓർത്തിരുന്നതല്ല ബ്രദർ എന്ന് പറഞ്ഞത് ഇന്നലെ. പക്ഷെ അത് സ്വാഭാവിക മരണമല്ല എന്ന് ബ്രദർ പറഞ്ഞു. ഞാനത് ഏറ്റെടുക്കുന്നു. അതുപോലെ ഞാൻ ചേർപ്പങ്കലാണ് എൻ്റെ വീട്. അശ്വതി എന്നാണ് പേര്. ഞാൻ കയറിയ സമയത്ത് ചേർപ്പങ്കലിന് ബ്രദർ പറഞ്ഞായിരുന്ന ഒരു വീട്ടുപേരാ പറഞ്ഞു. പക്ഷെ ചേർപ്പങ്കലിന് സ്ഥലപ്പേരാണ്. അവിടെ ഇപ്പോൾ ഒരു 20 കുടുംബത്തിനോട് കർത്താവിന്റെ ആലോചന കർത്താവിന്റെ ദാസനിലൂടെ അറിയിച്ചു. അതുപോലെ എന്റെ കുടുംബത്തിലാണേലും അനേക ഇത് ദാസനിലൂടെ സിസ്റ്റർ കട്ടായി പോയല്ലോ. ക്ലിയർ അല്ല സിസ്റ്ററെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടായിരുന്നോ? പറ്റും? ഇടയ്ക്ക് കട്ടായി പോയി സിസ്റ്ററെ. ഇടയ്ക്ക് കട്ടായി ആണോ? പോയിരുന്നു. ആണോ? എന്റെ ചേച്ചിയാണ്, എന്റെ അച്ഛന്റെ അത് അനിയന്റെ അത് മോളാണ് രമ. അത് കേട്ടു സിസ്റ്ററെ. കേട്ടായിരുന്നല്ലോ. 20 കുടുംബങ്ങളുടെ ഓരോ ബന്ധപ്പെടുകയും അതെ, ചേർപ്പങ്കൽ തന്നെ 20 കുടുംബത്തോളം കർത്താവ് ഇടപെട്ട് അതെല്ലാം ഞാൻ അന്നേരം തന്നെ വിളിച്ച് ഓരോരുത്തരോടും പറഞ്ഞു. ഇന്നലെ ഞാൻ വിളിച്ച് എൻ്റെ സഹോദരിയോടും പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ഒരു ഇത് കയറുന്നുണ്ട്, ഒരു പ്രാർത്ഥന കയറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ കേട്ടതാണെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവളോട് പറഞ്ഞു. അവള് പറഞ്ഞു ഇത് സത്യമാണെന്ന് അന്നേരം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോണെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് കർത്താവ് മാറ്റം വരുത്തുന്നൊക്കെ പറഞ്ഞു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ തന്നെയാണേലും അനേക പ്രാവശ്യം ദൈവം ഇടപെട്ടിട്ടുണ്ട്. അനേക വിഷയങ്ങള് എല്ലാം ഞാൻ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. ബ്രദറിനെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. എന്റെ സാക്ഷിയാണ്. ഒത്തിരി ദൈവം ഇടപെട്ട് ഞങ്ങളോട്, ഈ ദേശത്തോട്. തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ യൂട്യൂബിലായിരുന്നു ആലോചന കേട്ടത്. ആ ഇടപെട്ട കാര്യങ്ങൾ, വെളിപ്പെട്ട കാര്യങ്ങൾ, ആ ഭവനത്തിലുണ്ടായ മരണം ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു, പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു. പക്ഷെ ഇന്ന് സത്യസുവിശേഷത്താൽ ആ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുന്നു. ഇനിയും അനുഗ്രഹങ്ങൾ ഉണ്ടാവും. സഹോദരി പറഞ്ഞു അനേകരോട് കർത്താവിന്റെ ആലോചന പറഞ്ഞു. അതെല്ലാം അനുഗ്രഹം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. കർത്താവിന്റെ പ്രവൃത്തിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, എനിക്ക് എൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട്. പറഞ്ഞു. 30-ാം തീയതി മാർച്ച് 30-ാം തീയതി ബ്രദർ 27 വർഷമായി ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്ന വലിയൊരു കുരുക്കിനെ കർത്താവ് എടുത്തു മാറ്റണു. പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തിയെ ചെയ്യുന്നു എന്ന് ബ്രദർ ആലോചന പറഞ്ഞു. ദൈവം തന്ന ആലോചനയ്ക്ക് നന്ദി പറയണു ബ്രദറെ. അതങ്ങനെ തന്നെ സംഭവിക്കണം. ഇപ്പോ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയുണ്ട്. കർത്താവിന്റെ വചനം കേൾക്കാൻ തുടങ്ങി ഒരുപാട് നന്മകളും ഒരുപാട് പ്രവൃത്തികളും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നു. കർത്താവിന് നന്ദി പറയുന്നു. വചനം പറഞ്ഞു തരുന്ന ബ്രദറിനും കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹലോ ബ്രദർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദർ, ഞാൻ US നിന്ന് രാജീവാണ് ബ്രദർ. ഇന്നലെ എനിക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു കൈക്കൊരു സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ പെയിൻ ആയിട്ട് നിന്നപ്പോൾ ഞാൻ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം തൊട്ടപ്പുറത്തെ ഷോപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പെയിൻ ആണെങ്കിൽ അവർക്കൊരു ഗമ്മിയുണ്ട്, അത് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇത് മേടിച്ചു, കഴിച്ചു കഴിഞ്ഞ് ഭയങ്കരമായ, അതായത് നിൽക്കണോ ഇരിക്കണോ ഉള്ള പറ്റാത്ത ഈ നർക്കോട്ടിക്സിന്റെ ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് ലീഗലാകുന്നതുകൊണ്ട് നമുക്ക് അവസാനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരണഭയം പോലെ വന്നു. പ്രാർത്ഥിച്ചപ്പോൾ ശരിയാവും, പിന്നെ ഇന്നെന്തുവായാലും കുഴപ്പമില്ല, എന്നാലും ഇന്ന് അതിന്റെ സൈഡ് എഫക്ട് കുറെ ഉണ്ട്. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത്. കർത്താവ് തീർച്ചയായിട്ടും ദൈവം അത് വിടിവിച്ച് കൃപയ്ക്ക് നന്ദി. മകന്റെ ഉള്ളത്തിൽ നിന്ന് അതെല്ലാം മാറിപ്പോട്ടെ, അതിന്റെ എഫക്റ്റുകൾ മാറിപ്പോട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ തന്നെ അത് വ്യത്യാസം കാണും കേട്ടോ. പറഞ്ഞു. ഞാൻ കൊല്ലത്തുനിന്നാണ്.
ബ്രദർ പറഞ്ഞില്ലേ പട്ടുസാരി ഒരു സൂട്ട്കേസിൽ. ആ അത് എന്റെ ഹസ്ബൻഡിന്റെ കുടുംബ വീട്ടിലെയാണ്. ഉം. അമ്മാവമ്മ മരിച്ചുപോയി. അവർക്ക് ഈ കുടുംബക്ഷേത്രം, അവർ ഹൈന്ദവരായിരുന്നു. ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും മയക്കി മുട്ടിയത്. ഈ പറഞ്ഞ അടയാള സിസ്റ്ററുടെ ഭവനത്തിലായിരുന്നു ഇരുന്നത്. ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും, ആ സഹോദരി ഒഴിച്ച് ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. ഇപ്പം പറയാൻ വേണ്ടി വന്ന സിസ്റ്റർക്ക് കട്ടായി പോയെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞു. ഹലോ. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മായിമ്മ മരിച്ചുപോയി. അവർക്ക് കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയാണ് ഈ സൂട്ട്കേസിലെ സാരി, പട്ടുസാരി, എന്റെ സാരിയാണത് ഇരിക്കുന്നത്. സിസ്റ്ററുടെ വിഷയമാണ് ഇടപെട്ടത് അല്ലേ? എന്നെ കാണിച്ചത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ്, ആ വ്യക്തിയല്ല വരുന്നത്, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കുടുംബത്തിന്റെ മേൽ അവകാശം പറഞ്ഞ് തലമുറകളുടെ മേലും കുടുംബത്തിന്റെ മേലും എല്ലാം നന്മ കയറ്റാതെ വെച്ചിരിക്കുന്ന സകല പ്രവൃത്തികളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ അത്ഭുതം നടക്കുവാണ് കേട്ടോ. അത് ഏറ്റെടുത്തോണം. കർത്താവ് അതിന്റെ മേൽ ഇന്ന് മുതൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. കുടുംബത്തിന്റെ മേൽ വലിയ സമാധാനം ആദ്യം കർത്താവ് തരും, വലിയ സ്വസ്ഥത തരും. അതിനുശേഷം ഓരോ വഴികളെ സ്വർഗം തുറക്കും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ബ്രദറെ, എന്തോ രമ്യ എന്ന് പറഞ്ഞ പുളി ഉണ്ടെന്ന് പറഞ്ഞ ആ കുട്ടി എന്റെ വീടിന്റെ അടുത്താണ്. അതിന്റെ കല്യാണം നടക്കുന്നില്ല. അതിന്റെ ആങ്ങളെ കൊച്ചു കല്യാണം കഴിക്കാൻ പ്രായം കഴിഞ്ഞു, അതിന് നടക്കണില്ല. ഇന്ന് വൈകുന്നേരം അവർ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലെ നമുക്ക് ഇവിടെ വൺ ഡേ കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഏകദിന കൺവെൻഷൻ. ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു, ഇടിയും വെട്ടി മഴ 2:30 തുടങ്ങുമായിരുന്നു. ഇന്നലെ എന്നാലും മഴ ഞങ്ങൾക്കൊക്കെ ഭാരം ഉണ്ടെങ്കിലും ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആ വചനം ബ്രദർ പറഞ്ഞു. അതിനെല്ലാം ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 6 മണിയായി, 5:30 ആയപ്പം തുടങ്ങി. 6 മണിയായപ്പോഴാണ് ഇന്നലെ ഒരു മഴ പെയ്ത്, വലിയ മഴ പെയ്ത്, ഇടിവെട്ടി മഴ പെയ്ത് അപ്പൊ തന്നെ അത് പറന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും വരുവാനും പങ്കെടുക്കുവാനൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏകദിന കൺവെൻഷനാക്കി ദൈവം മാറ്റി. അത് ബ്രദറിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നു, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് പറഞ്ഞ കൊച്ചിന്റെ ആ കാര്യങ്ങളും അതും നമ്മുടെ വീടിന്റെ അടുത്താണ്. എല്ലാം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് സിസ്റ്ററോട് പറയണം, ഇത് KP-നോട് പറയണം. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു, ദൈവം നിങ്ങളുടെ ആലോചന ഇടപെട്ടിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. വലിയ മാറ്റം കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് സാക്ഷി. താങ്ക് യു ബ്രദറെ പറഞ്ഞേ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും പറഞ്ഞു? സിന്ധു ആണ് എനിക്ക് വേണ്ടത്. ബ്രദർ, ഈ ഫ്രൈഡേ എന്നെ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സില് പിന്നെ ചില്ലറയ്ക്കകത്ത് ഒരു മോതിരം ഇട്ട് വെച്ചേക്കുന്ന അങ്ങനെ ഒരു അടയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങ് തകർക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. മൊത്തത്തിൽ ഫാമിലിക്കകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഫിനാൻസ് ആണ് ഏറ്റവും അധികം, അല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ ചെന്നിട്ടാണ് ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ കാണുന്നുണ്ടോ കർത്താവെ, എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ കർത്താവെ, എല്ലാം കർത്താവിൽ ഉത്തരവ് ഉണ്ടെന്നാണ് ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ലാസ്റ്റ് എനിക്കിങ്ങനെ ആലോചന പറയുന്നത്. ഒരുപാട് ഓടി നടന്നു, എല്ലാം മതിയെന്ന് ദൈവം പറയുന്നു, സ്വസ്ഥത തരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം എല്ലാം ദൈവം എന്നെ കാണുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ സൊസൈറ്റിയിലേക്ക് ജോലിക്ക് പോയിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. ബ്രദറെ, ആരും എന്നെ എടുത്ത് അടിക്കും മാതിരി ഞാൻ അങ്ങ് വീണു. എൻ്റെ ദേഹത്ത് ഇച്ചിരി മുറിഞ്ഞ് കൈ കുത്തി അങ്ങ് വീണു. എന്നിട്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല. വന്നപ്പോ എനിക്ക് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിയാൻ എൻ്റെ കൈ മൊത്തം അങ്ങ് നീര് കയറിയിട്ട് എനിക്ക് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരു ഇതായി, എൻ്റെ കൈ അങ്ങായി. അപ്പോൾ എനിക്കങ്ങ് സങ്കടം. ഇന്നലെ ആലോചന പറഞ്ഞു എന്റെയൊക്കെ എല്ലാം വന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഞാൻ ഇന്ന് ഇങ്ങനെ വീണത്, എന്താണ് എനിക്ക് പറ്റിയെന്നാണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുക. രാത്രി എനിക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ല. 1 മണിയായപ്പോൾ ഞാൻ ഉണർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ചോദിച്ചു, കർത്താവ് ഇന്നലെ എല്ലാം കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും
വീണല്ലോ അപ്പ, എന്റെ കൈ ഒന്നും വിരലുകളൊന്നും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയുകയാണ്, ഹസ്ബൻഡ് പറഞ്ഞു നാളെ രാവിലെ വൈദ്യശാലയിൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ വൈദ്യശാല എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയുണ്ട്. അങ്ങനെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വേദന ക്രൂശിൽ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പ ഇന്നലെ എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് പറഞ്ഞ കർത്താവെ, ഞാനിപ്പോ ഈ വേദനിക്കുന്ന എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ബ്രദറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ഓരോ വിരലുകളും അടക്കാനും നോക്കാനും പറ്റി. എന്റെ സത്യം ആ നീരുകളെല്ലാം അങ്ങ് വലിഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ കൈ പൊക്കാൻ പറ്റിയ ഒരു ഭയങ്കര ഒരു അതിശയം എനിക്ക് അത് ഉണ്ടായി. എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ശരീരത്തിന് ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലാതെ സ്വെറ്റ് എനിക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ എനിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ വിശ്വസിക്കുന്നത് ഈ കൈ ശരിയാക്കിയ കർത്താവ് എന്റെ ഹാർട്ടില് ഉള്ള, അപ്പൊ തന്നെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞതാ. അപ്പൊ കൈ ശരിയാക്കിയ കർത്താവിന് എന്റെ ഹാർട്ടും ശരിയാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഞാൻ അങ്ങനെ ആയിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് സിസ്റ്റർ. പറഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്റർ കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ നിമിഷം പറഞ്ഞു, കർത്താവായ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു നിമിഷ നേരം തന്നെ ആ വേദനകൾ അപ്രതീക്ഷിതമായി, ആ ബുദ്ധിമുട്ടുകൾ തന്നെ അപ്രതീക്ഷിതമായി പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയാൻ ഇടയായി തീർന്നു. ദൈവം ആലോചന തന്ന് നമ്മളെ സൗഖ്യമാക്കുകയും ഭാവിയിൽ സിസ്റ്ററെ പറഞ്ഞോണം, കർത്താവായ യേശു എൻ്റെ സകല രോഗത്തെയും വഹിച്ചതുകൊണ്ട് കർത്താവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യം എൻ്റെ ആവശ്യമല്ല അവകാശമാണെന്ന് തന്നെ പറഞ്ഞോണം. അങ്ങനെ തന്നെ കാണും. ഇനിയും അനേകർക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് സൗഖ്യമാക്കി പ്രാർത്ഥിച്ചോണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ശനിയാഴ്ച ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. ഒരു അക്സാമോളുടെ കാര്യം പറഞ്ഞായിരുന്നു. അവർക്കൊരു ഭവനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവർക്കൊരു ഭവന ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളാണ്. അതൊരു ദൈവദാസന്റെ കുഞ്ഞാണ്. ആ മോൾക്ക് ക്യാൻസർ ആണ്. ആ മോള് BEd പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആ മോൾക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു. അവള് കാണിച്ചു. അവൾക്കത് ഒന്നാമത്തെ കീമോ ചെയ്തപ്പോ തന്നെ അവൾക്കങ്ങ് വല്ലാത്തൊരു ക്ഷീണമായി. അപ്പൊ ആ കുഞ്ഞിനെ ഇവിടെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ദൈവദാസൻ പ്രൊഫഷണൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ അന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ പിന്നെ കീമോയ്ക്ക് ചെന്നപ്പോഴേക്കും അത് 9 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. 1 സെന്റിമീറ്ററായി കർത്താവ് കുറച്ചു. അത് കാണാൻ മുഴ ഞങ്ങളൊക്കെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്ലിയർ ആവുന്നില്ല, കട്ടായി പോയി. അവസാനം പറഞ്ഞ് കട്ടായി പോയി. മുഴയുടെ കാര്യം വന്നപ്പോ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഓഡിയോ കട്ടായി പോയല്ലോ. കേൾക്കാവോ? സിസ്റ്റർ പകുതിയായി ഇപ്പൊ കട്ടായി പോയിരുന്നു സിസ്റ്ററെ. മുഴയുടെ കാര്യം പറഞ്ഞപ്പോ കട്ടായി പോയിരുന്നു. മുഴ വന്നിട്ട് അവള് ഇവിടെ വന്ന് വെച്ചു പ്രാർത്ഥിച്ചു. കീമോയ്ക്ക് ചെന്നപ്പോഴേക്കും അടുത്ത പ്രാവശ്യം ചെന്നപ്പോഴേക്കും 9 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന മുഴ അത് 1.5 സെന്റിമീറ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. അത് അടുത്ത കീമോയ്ക്ക് ചെന്നപ്പോഴേക്ക് ആ കുഞ്ഞിന് അത് ചെറിയൊരു തടിപ്പായി. ഇപ്പോ അത് കാണാനില്ലെന്ന് പറഞ്ഞു. എങ്കിലും കീമോ മുഴുവനായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു. ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോള BEd പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിനൊരു ഭവനമില്ല. അവളുടെ അമ്മ വീട്ടിലാണ്. അമ്മയും ആങ്ങളെയും അവളും താമസിക്കുന്നത്. അവളുടെ പാപ്പയും ക്യാൻസർ വന്ന 1 വർഷമായി മരിച്ചതാണ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പൊ ദൈവം അവർക്ക് ഭവനം ഒരുക്കി കൊടുക്കട്ടെ. ആ കുഞ്ഞിനെ തുടർന്ന് പഠിക്കാനും എല്ലാം ദൈവം വലിയ കൃപയൊരുക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കാര്യം തന്നെയാണ്. ആ മുഴ അത്ര നിന്നിരുന്നതിൻ്റെ അകത്ത് ഇവര് വിശ്വാസ കൈവച്ചു, ദൈവ ആലോചന പ്രകാരം കൈവച്ചു. കർത്താവ് ആ മുഴ അത് കുറച്ചു വന്ന് ഇപ്പൊ കണ്ടപ്പോഴേക്കും അവിടെ പറയാൻ ഇടയാത്തീർന്നു. പൂർണ്ണമായിട്ടും അത് തടിപ്പ് പോലെ ആയിത്തീരുന്ന രീതിയിലേക്ക് അത് മാറി. അത് കർത്താവിന്റെ തിരുമുറിവിനാൽ പിന്നെയും പറയണം പൂർണ്ണ സൗഖ്യമാക്കി. പിതാവ് രോഗത്താൽ മരിച്ചുവെങ്കിൽ ആ മോള് പറയണം, ഇല്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് തന്നെ ആ പ്രിയമങ്ങളുടെ മേൽ കൈവച്ച് തന്നെ പറഞ്ഞോണം. കർത്താവ് ദിവ്യ ആരോഗ്യത്തിന് ദൈവമാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ പറഞ്ഞത് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ ആലോചന ഞാൻ അയച്ചു കൊടുത്തായിരുന്നു ആ മോൾക്ക്. ആ മോളത് കേട്ടു ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ഇവിടുന്ന് കുറെ ദൂരമുണ്ട് അവരുടെ വീട്ടിലോട്ട്. എങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മാനിക്കും സിസ്റ്റർ, മാനിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഓക്കെ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഒരു ബേസിൽ നിന്നൊരു മോന് വേണ്ടി പറഞ്ഞായിരുന്നല്ലോ ആലോചന. ആരായിരുന്നു? പറഞ്ഞു, ആരായിരുന്നു?
അത് എൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്. അപ്പൊ 1 വർഷത്തോളം അവൻ ഈ പാൻക്രിയാസിനകത്ത് വീക്കമായിട്ട് ട്രീറ്റ്മെന്റിലൂടെ ആയിരുന്നു, ട്യൂബ് വഴിയായിരുന്നു ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവൻ ഒരുമാതിരി ഭേദമായി. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് അവിടെ മോള് വന്നപ്പോ സൗദിക്ക് അവനെ കൊണ്ടുപോയി. കുഞ്ഞുണ്ട് കൂട്ടത്തില്, ജോലിയൊന്നും ഇല്ലാതെ അവിടെയാണ്, സൗദിയിലാണ്. അപ്പോൾ ആ മകന് വേണ്ടി പ്രത്യേകം ആലോചന പ്രാർത്ഥിച്ചോണം. അവനെ വീട്ടിൽ ഇരുത്തി കളയുവാൻ നോക്കുന്ന പിശാചിന്റെ പ്ലാനാണ്. പക്ഷേ കർത്താവ് അവനെ വിടുവിക്കും. അവന് വേണ്ടി പ്രത്യേകം നിങ്ങൾ വചനം പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചോണം. വലിയ ആരോഗ്യവും വലിയ സൗഖ്യവും വലിയ രീതിയിൽ മാറ്റം കർത്താവ് അവന്റെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് കർത്താവ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സൗകരി അത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി വിളിച്ചു പറയണം. അവർക്ക് എന്ന് കേട്ട വചനം അയച്ചു കൊടുക്കണം. ഇതേപോലെ ഞങ്ങൾ പ്രാർത്ഥനയെ കേട്ടതാണ്, ദൈവം അത് സാക്ഷ്യവാക്കി മാറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും പറയാം. ഞാൻ ബ്രദറിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇല്ല, അതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവരത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് അത് സാക്ഷ്യവാക്കി സിസ്റ്റർ കേട്ടോ. അതെ അതെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദർ. എനിക്കൊരു 3 വിഷയം പറയാനുണ്ട്. ഒരു സാക്ഷ്യമാണ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ആ ബ്രദറെ, മിറാക്കിൾ മണി എന്ന് പറഞ്ഞ് ഞാന് പലരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എങ്ങനെ എന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്കാണെങ്കിൽ എൻ്റെ പേഴ്സില് എൻ്റെ പൈസ തീർന്നിരുന്നു. അപ്പൊ ഞാന് ഓരോ കാർഡും എടുത്ത് മാറ്റി നോക്കിയായിരുന്നു. 500-ന്റെ ഒരു നോട്ടും ഇല്ലായിരുന്നു. അപ്പൊ ഞാന് ജസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്ററിന്റെ വൈഫ് സർജറി കഴിഞ്ഞിട്ടിരിക്കും. അപ്പൊ ഞാന് അതിപ്പോ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് 2000 രൂപ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാമായിരുന്നു എന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തോ ആവശ്യത്തിന് വേണ്ടി ആകെ 200 രൂപ വെച്ചേ ഉള്ളായിരുന്നു എന്റെ ചില്ലറ അതിനകത്ത് കിടന്നത്. 500-ന്റെ ഒരു നോട്ടും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം 2000 രൂപ, കൃത്യം 2000 രൂപ അതിനകത്തുണ്ട്. അതൊരു അത്ഭുതം, അതൊരു സാക്ഷ്യം തന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു മിറാക്കിൾ മണി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ബ്രദറെ, എന്റെ സിസ്റ്ററിന്റെ മോളുടെ ഒരു അഡ്മിഷന് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചു. പിന്നെ അവളോട് പറഞ്ഞു, അവൾ UK-യിലാണേ. അവളോട് പറഞ്ഞു ആ അഡ്മിഷൻ കിട്ടിയതിനായിട്ട് സ്തോത്രം പറഞ്ഞോളാൻ പറഞ്ഞു. അത് അവള് ഒത്തിരി ട്രൈ ചെയ്തിട്ട് അതിന് എന്തോ കുറച്ച് മാർക്ക് എന്തോ സംതിങ് ഉണ്ട്, എന്നാൽ വീണ്ടും ഓൺലൈൻ വഴി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഈ അടുത്തൊരു സമയത്ത് എന്റെ സിസ്റ്റർ പറഞ്ഞു മോൾക്ക് അഡ്മിഷൻ ആയി എന്നുള്ളത്. അപ്പൊ അത് രണ്ടാമത്തെ വിഷയം. അതുപോലെ ബ്രദർ എനിക്കൊരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിന്റെ മുമ്പില് വലത്തെ വശത്ത് കാണുന്ന ആലിസിന്റെ കുടുംബവും ഇടത്തെ വശത്തൊരു എബ്രഹാം ജോർജിന്റെ വീടും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എന്റെ ഭവനത്തിൽ ചെന്നതിൽ പിന്നെ ഞാൻ ഈ വിഷയം അവരുടെ അടുത്ത് 2 വീട്ടുകാർ ഞങ്ങളുടെ ബന്ധുവീടാ. അപ്പൊ അപ്പൊ ആലിസ് അമ്മാമ്മയുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു വിഷയം. മറ്റേ വീട്ടിലും പോയി പറഞ്ഞു. അവര് നമ്മളോട് സഹകരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അതിൽ പിന്നെ ഈ 2 കുടുംബവും നമ്മളോട് സ്നേഹത്തില് ഞാൻ കാണുമ്പോഴും ഒക്കെ സംസാരിക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ശത്രുത മാറിയ അങ്ങനെ ആ 3 വിഷയം എന്നെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സാക്ഷ്യം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ഒന്ന് മിറക്കിൾ മണി, നമ്മൾ ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിൽ നോക്കി പേഴ്സിൽ നോക്കി പൈസ അവിടെ ഇല്ലാത്തൊരു ഒന്ന് തന്നെയാണ്. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ മിറക്കിൾ മണിയിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ 2000 രൂപയുടെ ഉണ്ടായി വരുവാൻ ഇടയാത്തൊരു നിസ്സാര കാര്യമല്ല. നിങ്ങളെപ്പോഴും ഓർത്തോണം, നമ്മൾ എപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞൊരു സാധാരണ വഴിയല്ല, നാച്ചുറൽ അല്ല, ദൈവത്താൽ സംഭവിക്കുന്നതാണ്. പിന്നീട് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ 3 സാക്ഷ്യത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ അയൽവക്കത്തെ വീട്ടിലെ വ്യക്തികളെ കർത്താവ് ആലോചനയിൽ ഇടപെട്ടു, അവരോട് സംസാരിച്ചു. വലിയ ശത്രുതയിലായിരുന്ന ഭവനമാണ്, പക്ഷേ അവർ വലിയൊരു അനുഗ്രഹമായി ഇപ്പോൾ തീരുവാൻ ഇടയായി തീർന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ് പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും